2023 ഡിസംബറിലാണ് ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിയും ഉൾപ്പെട്ട 8 പേർക്കെതിരെ ദേശീയ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ 1554 കോടി രൂപയുടെ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തത്. ഇമ്രാൻഖാന് 14 വർഷവും ബുഷ്ര ബീവിക്ക് 7 വർഷവുമാണ് ശിക്ഷ. 3 തവണ മാറ്റിവെച്ച വിധിയാണ് പാകിസ്ഥാൻ അഴിമതി വിരുദ്ധ കോടതി പ്രഖ്യാപിച്ചത്. അഴിമതി വിരുദ്ധ കോടതി ജഡ്ജി നാസിർ ജാവേദ് റാണയാണ് വിധി പറഞ്ഞത്. ജയിൽ ശിക്ഷയ്ക്ക് പുറമെ ഖാൻ 1 മില്യൺ രൂപയും ബുഷ്ര ബീബിക്ക് 1/2 മില്യൺ രൂപയും പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴ അടച്ചിട്ടില്ലെങ്കിൽ ഖാൻ 6 മാസവും ഭാര്യയ്ക്ക് 3 മാസവും അധിക തടവ് അനുഭവിക്കേണ്ടി വരും. ഇവർ സ്ഥാപിച്ച അൽ ഖാദർ സർവകലാശാലയുടെ ഭൂമി കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. 200ഓളം കേസുകളിൽ കുറ്റാരോപിതനായി ഇമ്രാൻഖാൻ 2023 ഓഗസ്റ്റ് മുതൽ വിവിധ ജയിലുകളിൽ കഴിയുകയാണ്. ഏറ്റവും പുതിയ ശിക്ഷാവിധി ഇമ്രാനെ നിശബ്ദനാക്കാനുള്ള ശ്രമമാണെന്ന് അദ്ദേഹത്തിനൊപ്പമുള്ളവർ ആരോപിക്കുന്നു. തോഷിബാന കേസിലെ ജയിൽ ശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് ബുഷ്ര ബീബി അടുത്തിടെ ജയിൽ മോചിതയായിരുന്നു. കഴിഞ്ഞ മാസം ബുഷ്ര ബീബിയുടെ നേതൃത്വത്തിൽ ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൂറ്റൻ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് നടന്ന സംഘർഷത്തിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ഇമ്രാൻഖാനും ബുഷ്ര ബീബിക്കുമെതിരെ കലാപാഹ്വാനത്തിനും രാജ്യദ്രോഹത്തിനും കേസെടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.